ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഷാജഹാൻ എന്ന കവിതയുടെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്കിവിടെ പാഠമായിട്ട് ലഭിച്ചിട്ടുള്ള താജ്മഹൽ. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ഇതിൽ വരുന്ന ചില ആക്ടിവിറ്റീസും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഷാജഹാൻ അനുഭവിച്ച മനോവിഷമമാണ് ഇവിടെ കവി അവതരിപ്പിച്ചിരിക്കുന്നത്. അത് എങ്ങനെ താജ്മഹൽ എന്നുള്ള ലോകത്തിലെ ഒരു അത്ഭുതമായി മാറിയത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഇൻ ദ പോയറ്റ്സ് വ്യൂ ആർ ദ തിങ്സ് ദാറ്റ് വുഡ് ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. അപ്പോൾ സ്ട്രീം ഓഫ് ടൈം എന്ന് വെച്ചാൽ സമയമാകുന്ന ആ ഒരു നദി. അപ്പോൾ അതിൽ ഒഴുകിപ്പോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പെട്ടുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ കവിതയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ലൈഫ്, യൂത്ത്, വെൽത്ത്, അതുപോലെ റിനൗൺ. ലൈഫ് എന്ന് വെച്ചാൽ ജീവിതം, അതുപോലെ ചെറുപ്പം, അതുപോലെ ധനം, അതുപോലെ റിനൗൺ എന്ന് വെച്ചാൽ പ്രശസ്തി. ഈ കാര്യങ്ങളൊക്കെയാണ് കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ഇല്ലാതായി മാറിയത്. In the poet's view, life, youth, wealth and renown are the things that would float away down the stream of time. കാലത്തിൻ്റെ ആ ഒരു ഒഴുക്കിൽപ്പെട്ട് ഇല്ലാതായി പോയ കാര്യങ്ങളാണ് ഇതൊക്കെ. വാട്ട് ഡു യു തിങ്ക് വാസ് ഷാജഹാൻസ് ഹാർട്ട്സ് പെയിൻ? അപ്പോൾ ഷാജഹാൻ്റെ മനസ്സിലുണ്ടായ ആ വലിയ ഒരു വിഷമം, സങ്കടം, ഹൃദയത്തിൻ്റെ വേദന എന്തായിരുന്നു? ഷാജഹാൻസ് ഹാർട്ട്സ് പെയിൻ വാസ് ദ ലോസ് ഓഫ് ഹിസ് ബിലവഡ് വൈഫ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയുടെ മരണമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം. മുംതാസ് മഹൽ എന്നായിരുന്നു അവരുടെ പേര്. വൈ ഈസ് ഇംപീരിയൽ പവർ കമ്പയർഡ് ടു ദ സ്പ്ലെൻഡർ ഓഫ് സൺസെറ്റ്? അപ്പോൾ ഈ കവിതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇംപീരിയൽ പവർ എന്ന് വെച്ചാൽ റോയൽ പവറാണ്. അപ്പോൾ ഷാജഹാൻ എന്ന രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പവർ അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് സൂര്യാസ്തമയത്തിൻ്റെ ഭംഗിയോടാണ്. അപ്പോൾ സൂര്യാസ്തമയം അല്ലെങ്കിൽ സൺസെറ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. പക്ഷെ അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അത് കഴിയുമ്പോൾ അത് ഇല്ലാതാവും. അതുപോലെ തന്നെയാണ് രാജാവിൻ്റെ പവർ എന്ന് പറയുന്നത്. അത് കുറച്ചു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം കാലം മുന്നോട്ട് പോയപ്പോൾ അതെല്ലാം ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇമ്പീരിയൽ പവർ ഇവിടെ സൺസെറ്റിൻ്റെ ഭംഗിയോട് ഉപമിച്ചിരിക്കുന്നു. ഇമ്പീരിയൽ പവർ ഈസ് കമ്പയർഡ് ടു ദ സ്പ്ലെൻഡർ ഓഫ് ദ ബ്യൂട്ടി ഓഫ് സൺസെറ്റ് ബിക്കോസ് ലൈക്ക് എ സൺസെറ്റ്സ് ബ്യൂട്ടിഫുൾ ബട്ട് ഫ്ലീറ്റിംഗ് ഗ്ലോ. അപ്പോൾ മനോഹരമായ കാഴ്ചയാണ്, പക്ഷെ കുറച്ചു നേരത്തേക്ക് മാത്രമേ നമുക്കത് കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് രാജാവിൻ്റെ അധികാരവും. ഇമ്പീരിയൽ പവർ ഈസ് ഓൾസോ ഗ്രാൻഡ് ബട്ട് ടെമ്പററി. അത് പെർമനൻ്റ് അല്ല, സ്ഥിരമായിട്ടുള്ളതല്ല, അത് കുറച്ചു കാലത്തേക്ക് മാത്രം ഉള്ളതാണ്. നാലാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ ലൈൻസ് വിച്ച് മീൻ എമറാൾഡ്, റൂബീസ് ആൻഡ് പേൾസ് ആർ ട്രാൻസിയൻറ്റ്. അപ്പോൾ ഇവിടെ ചില പ്രധാനപ്പെട്ട പവിഴവും പിന്നെ മുത്ത്, അതുപോലെ റൂബീസ്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വില കൂടിയ രത്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം ട്രാൻസിയൻ്റ് ആണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ളതല്ല, കുറച്ച് കാലത്തേക്ക് മാത്രം നമുക്ക് കിട്ടുന്നതാണ് എന്നുള്ളൊരു ആശയം പറയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥം വരുന്ന വരികൾ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ വരികൾ. ദോ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ആർ ഓൾ ബട്ട് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രെക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ ആൻഡ് മസ്റ്റ് പാസ് എവേ. അപ്പോൾ മഴവില്ല് ഒരു മനോഹരമായ കാഴ്ചയാണ്, പക്ഷേ അത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ, കുറച്ച് സമയത്തേക്ക് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അത് കഴിയുമ്പോൾ അത് ഇല്ലാതാവുന്നത് പോലെയാണ് ഈ വിലപിടിപ്പുള്ള ഈ രത്നങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഉപകാരപ്പെടാതെയായി പോകുന്നു. നമുക്ക് കുറച്ചു കാലം മാത്രം, നമുക്ക് ജീവനോടുള്ളപ്പോൾ മാത്രമേ ഇതിൽ വാല്യൂ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ മീൻ ദാറ്റ് എമറാൾഡ്സ്, റൂബീസ് ആൻഡ് പേൾസ് ആർ ഓൾ ട്രാൻസിയൻറ്റ്. അപ്പോൾ ഇതൊന്നും അനശ്വരമല്ല, നശിച്ചു പോകുന്നതാണ്, നശ്വരമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. വാട്ട് ഇമേജ് ഡു യു ഗെറ്റ് ഫ്രം ദിസ് ലൈൻ? അപ്പോൾ ഈ ഒരു വരിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം എന്താണ്? എല്ലാം ഈ സമയമാകുന്ന ഈ ഒരു നദിയിൽ ഒലിച്ചുപോയി എന്നുള്ള ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ്, മെൻ്റൽ ഇമേജ് എന്താണ്? ദ ഇമേജ് ഫ്രം ദ ലൈൻ ഈസ് വൺ ഓഫ് തിങ്സ് ബീയിങ് ക്യാരിഡ് അവേ ബൈ എ റിവർ. അപ്പോൾ ഒരു നദിയിലൂടെ ഇങ്ങനെ
പല സാധനങ്ങളും ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. സിംബലൈസിങ് ഹൗ ടൈം റിലൻലെസ്ലി മൂവ്സ് ഫോർവേഡ്, എങ്ങനെ സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ടേക്കിംഗ് എവറിത്തിങ് വിത്ത് ഇറ്റ്, അതിനൊപ്പം തന്നെ എല്ലാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും അത് കൂടെ കൊണ്ടുപോവുകയാണെന്നും അതിങ്ങനെ മാറി മാറി വരികയാണെന്നും ലീവിങ് നത്തിങ് പെർമനൻറ്റ്, ഒന്നും സ്ഥിരമായിട്ട് ഇവിടെ അവശേഷിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിക്ക് ഔട്ട് 2 ഇൻസ്റ്റൻസസ് ഓഫ് സിമിലി ഫ്രം ദ പോയം, ഈ കവിതയിൽ നിന്ന് 2 ഉപമകൾക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഇൻസ്റ്റൻസസ് ഓഫ് സിമിലി ഫ്രം ദ പോയം ആർ, അപ്പോൾ സിമിലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപമയാണ് 2 കാര്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുക, ഒന്നിൻ്റെ പോലെയാണ് മറ്റേത് എന്ന് പറയുക. അപ്പോൾ ഇവിടെ സിമിലി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതിൽ ആസ് അല്ലെങ്കിൽ ലൈക്ക് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ വുഡ് ഫേഡ് ഇൻ ടു സ്ലീപ്പ് ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ. അപ്പോൾ ഈ രാജാവിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഒരു സൂര്യാസ്തമയത്തിൻ്റെ ഭംഗി പോലെയാണ്, അത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഇവിടെ ലൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇമ്പീരിയൽ പവറും അതുപോലെ സൺസെറ്റ്, ദ ബ്യൂട്ടി ഓഫ് സൺസെറ്റുമാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് റെയിൻബോ ട്രക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. അപ്പോൾ ഇവിടെ വില കൂടിയ രത്നങ്ങളൊക്കെ ഈ മഴവില്ല് പോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ചു കാലത്തേക്ക് മാത്രം നമുക്ക് ഉപകാരപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അത് സ്ഥിരമല്ല. ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. അപ്പോൾ ഇവിടെ ആസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സിമിലി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് കൂടി ഒന്ന് നോക്കാം. ഇൻ ദിസ് പോയം ദ പോയറ്റ് യൂസസ് സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ്. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഡ്രോസ് കമ്പാരിസൺ ബിറ്റ്വീൻ 2 തിങ്സ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് സിമിലി എന്ന് പറയുന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്, അല്ലെങ്കിൽ ഒരു അലങ്കാരമാണ്. 2 കാര്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ആസ് അല്ലെങ്കിൽ ലൈക്ക് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ 2 ഉദാഹരണങ്ങൾ ഈ പാഠത്തിൽ നിന്ന് എടുത്തെഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 2 ഉദാഹരണങ്ങൾ എഴുതാം. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ് ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ. രാജാവിൻ്റെ ശക്തിയും അധികാരവും എല്ലാം ഒരു സൺസെറ്റിൻ്റെ ഭംഗി പോലെയാണ്, അത് കുറഞ്ഞ കാലത്തേക്ക് മാത്രമുള്ള ഒന്നാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഹിയർ ദ ഫെയ്ഡിങ് ഇമ്പീരിയൽ പവർ, രാജാവിൻ്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ശക്തിയെ അല്ലെങ്കിൽ അധികാരത്തെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഫെയ്ഡിങ് ക്രിംസൺ സ്പ്ലെൻഡർ ഓഫ് ദി സൺസെറ്റ്. അപ്പോൾ സൺസെറ്റിൻ്റെ ഭംഗി അത് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നു ദോ എമറാൾഡ്സ് റൂബീസ് പേൾസ് ആർ ഓൾ ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. അപ്പോൾ ഈ വില കൂടിയ രത്നങ്ങളെല്ലാം ഈ മഴവില്ല് പോലെയാണ്, അതുകൊണ്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള ആ ഒരു ആശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻ ദിസ് എക്സാമ്പിൾ, ഇൻ ദിസ് ഇൻസ്റ്റൻസ്, എമറാൾഡ്സ് റൂബീസ് ആൻഡ് പേൾസ് ആർ കമ്പയർഡ് ടു ദ ഫ്ലീറ്റിംഗ് ഗ്ലിറ്റർ ഓഫ് റെയിൻബോ ഇൻ എംപ്റ്റി എയർ. അപ്പോൾ ഈ മഴവില്ലിൻ്റെ ഭംഗിയോട് ഉപമിച്ചിരിക്കുന്നു. അത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു ഭംഗി കുറച്ച് കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു എന്നുള്ള ആശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ പോയിന്റ് യൂസസ് വേരിയസ് ഇമേജസ് ടു ലീഡ് ദ റീഡേഴ്സ് ടു എ സെൻസറി എക്സ്പീരിയൻസ്. ഇമേജസ് ഓഫൺ ഗിവ് us mental pictures that appeal to our sense of sight, sound, taste, touch and smell. അപ്പോൾ ഇവിടെ ചില ഇമേജസ് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 5 തരത്തിലുള്ള ഇമേജസ് ഉണ്ട്. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത്, കേട്ട് മനസ്സിലാക്കുന്നത്, ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത്, അതുപോലെ സ്മെല്ല് കൊണ്ട് മനസ്സിലാക്കുന്ന ചില ഇമേജുകൾ, അതുപോലെ സ്പർശനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ചില ഇമേജസ്. അപ്പോൾ ഇവിടെ 2 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് വിഷ്വൽ ഇമേജസ് ആണ്, ഒന്ന് ഓഡിറ്ററി ഇമേജസ് ആണ്. അപ്പോൾ ഓഡിറ്ററി ഇമേജിന് ഒരു ഉദാഹരണം ഇവിടെ തണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇടിവെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 2 രീതിയിലും മനസ്സിലാക്കാൻ കഴിയും. അതിൽ പ്രധാനമായും ശബ്ദത്തിലൂടെയാണ് നമ്മൾ, കഠിനമായ ശബ്ദം, അതിലൂടെയാണ് നമ്മൾ ഈ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓഡിറ്ററി ഇമേജിന് ഉദാഹരണമായിട്ട് അത് പറയാം. വിഷ്വൽ ഇമേജസിനും ഓഡിറ്ററി ഇമേജസിനും കുറച്ച് ഉദാഹരണങ്ങളും കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിഷ്വൽ ഇമേജസിന് ഉദാഹരണമായിട്ട് നമുക്ക് ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം, അതൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഒരു നദിയുടെ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നു. അതുപോലെ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ, അസ്തമയ സൂര്യൻ്റെ ഭംഗി, അതും നമുക്കൊരു വിഷ്വൽ ഇമേജ് ആയിട്ട് പറയാം. ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ, അതുപോലെ മഴവില്ല് ഒരു വിഷ്വൽ ഇമേജ് ആണ്. എ സ്റ്റിൽ വൺ സോളിറ്ററി ടിയർ, അപ്പോൾ ഒരു കണ്ണുനീർ എന്നുള്ളത് ഒരു വിഷ്വൽ ഇമേജ് ആണ്. ചീക്ക് ഓഫ് ടൈം, അതും ഒരു വിഷ്വൽ ഇമേജ് ആണ്. അതുപോലെ തന്നെ
താജ്മഹലും ഒരു വിഷ്വൽ ഇമേജിന് ഉദാഹരണമാണ്. ഇനി ഓഡിറ്ററി ഇമേജറി ഈ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമേ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്. കൂടുതലായിട്ട് നമുക്ക് ഓഡിറ്ററി ഇമേജസ് ഒന്നും ഇതിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി ഈ ഒരു പാഠത്തിന്റെ അവസാനത്തെ ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി നമ്പർ 3, റൈറ്റ് ഡൗൺ വേർഡ്സ് ഫ്രം ദ പോയം റിലേറ്റഡ് ടു ട്രാൻസിയൻസ് ആൻഡ് എറ്റേണിറ്റി. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ട്രാൻസിയൻസ് എന്ന് വെച്ചാൽ നശ്വരത, അതായത് സ്ഥിരമല്ലാത്ത പെർമനന്റ് അല്ലാത്ത അവസ്ഥ, കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളത് ട്രാൻസിയന്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ അതുപോലെ എറ്റേണിറ്റി എന്ന് വെച്ചാൽ അനശ്വരത, ഒരു കാലത്തും ഇല്ലാതാവാത്തത്, സ്ഥിരമായി നിൽക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ രണ്ട് കോളങ്ങളിലായിട്ട് നമ്മൾ ട്രാൻസിയന്റ് ആയിട്ടുള്ള കാര്യവും പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ ഷാജഹാൻ അദ്ദേഹം ഒരു സമയത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു. പക്ഷേ പിന്നെ അതിനുശേഷം അതെല്ലാം നശിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ യൂത്ത്, വെൽത്ത്, അതുപോലെ ഫെയിം എല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഈ താജ്മഹൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഈ ആർട്ട് അല്ലെങ്കിൽ കല അതിനൊരു പെർമനൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കിവിടെ ഈ രീതിയിൽ എഴുതാം. അപ്പം ട്രാൻസിയൻ്റ് അതായത് എക്കാലവും നിലനിൽക്കാത്തത് എന്തൊക്കെയാണ്? ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനൗൺ, അതുപോലെ ഇമ്പീരിയൽ പവർ, അതുപോലെ റെയിൻബോ, ഇതൊക്കെ ട്രാൻസിയൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ട്രാൻസിയൻ്റ് എന്നുള്ള കോളത്തിൽ എഴുതാം. എറ്റേണൽ എന്നുള്ള കോളത്തിൽ അല്ലെങ്കിൽ പെർമനൻ്റ് എന്നുള്ള കോളത്തിൽ നമുക്ക് ഹാർട്ട്സ് പെയിൻ, ഇപ്പോൾ ഷാജഹാൻ്റെ മനസ്സിലുണ്ടായ വേദന അത് എക്കാലവും നിലനിൽക്കുന്നതാണ്. അതുപോലെ എറ്റേണലി ഹീവ്ഡ് സൈ, അദ്ദേഹത്തിൻ്റെ നെടുവീർപ്പ്, അദ്ദേഹത്തിൻ്റെ കണ്ണീര്, അതുപോലെ താജ്മഹൽ, ഇതൊക്കെ എക്കാലത്തും ചരിത്രത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.